പാക് പതാക വെച്ച കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ വിലക്കേർപ്പെടുത്തി എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, ഒരു ട്രേഡ് വാർ, ഒരു വ്യാപാര യുദ്ധം എന്ന നിലയിൽ ചില നടപടികളിലേക്ക് പോകുന്നുണ്ട് ഇന്ത്യ. കയറ്റുമതി ഇറക്കുമതിയൊക്കെ വാണിജ്യ മന്ത്രാലയം താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ കപ്പലുകളെ അനുവദിക്കേണ്ടതില്ല എന്നതും ഈ പറയുന്ന വ്യാപാര എന്താണ് ഒരു 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 വാർ എന്ന് വേണമെങ്കിൽ അത്തരമൊരു സിറ്റുവേഷന്റെ ഭാഗമായാണ് ഈ നടപടിയും, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിജയകുമാർ. ആദ്യഘട്ടത്തിൽ നയതന്ത്ര മേഖലയിലടക്കം കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. പിന്നാലെ വ്യോമ മേഖലയിൽ ഒരു വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് രാജ്യം നീങ്ങുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഈ വ്യാപാര മേഖലയിലാണ്, അതായത് ഈ ഭീകര ആക്രമണം ഇങ്ങനെ നടത്തിയ പശ്ചാത്തലത്തിലൊപ്പം തന്നെ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടവുമായി ഇന്ത്യ ഒരു ഭാഗത്തുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി ഇനിയൊരു വ്യാപാര ബന്ധത്തിലേക്ക് ആ വ്യാപാര ബന്ധം തുടരേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. വാണിജ്യ വ്യവസായ മന്ത്രാലയം ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. അതായത് പാകിസ്ഥാനിൽ നിന്ന് നേരിട്ടും അല്ലാതെയും ഉള്ള ഇറക്കുമതിക്കും ഒപ്പമുള്ള കയറ്റുമതിക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഇപ്പോൾ നാവിക മേഖലയിലും ഒരു കടുത്ത നിയന്ത്രണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പാക് പതാക വെച്ചുകൊണ്ടുള്ള കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ പൂർണ്ണമായും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ തിരിച്ചും പാകിസ്ഥാന്റെ ഒരു തുറമുഖത്തിലും ഇന്ത്യയിൽ നിന്നുള്ള കപ്പലുകൾ പോകരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ് വിജയകുമാർ. യെസ്, കുറെ കൂടി കടുത്ത നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടക്കുന്നു. നയതന്ത്ര നീക്കങ്ങളും ഒപ്പം തന്നെ ഇത്തരത്തിൽ വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ചുകൊണ്ടുള്ള നടപടികളിലേക്കുമൊക്കെ പോയിരിക്കുകയാണ് ഇന്ത്യ. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.